ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ഹമാസ് ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും മൃതദേഹങ്ങളെ പോലും ബലാത്സംഗം ചെയ്ത ഹമാസിന്റെ ക്രൂരതകൾ ഇപ്പോഴും ദൃക്സാക്ഷികൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ജനുവരി 7. ഒക്ടോബർ 7-ന് നടന്ന ക്രൂരതകൾ മറക്കാൻ കഴിയാതെ ജീവച്ഛവമായി കഴിയുന്ന ചിലരുണ്ട്. ഹമാസ് ആക്രമണത്തിന്റെ ദൃക്സാക്ഷികൾ. ഹമാസ് ഭീകരരുടെ ക്രൂരതകൾ വീണ്ടും ലോകത്തെ ഓർമ്മപ്പെടുത്തി ദൃക്സാക്ഷിയുടെ അനുഭവങ്ങളുടെ തുറന്നു പറച്ചിൽ. ഒക്ടോബർ 7-ന് സംഗീത പരിപാടിക്ക് നേരെ നടന്ന ഹമാസ് ആക്രമണത്തിന്റെ ദൃക്സാക്ഷിയായ റാസ് കോഹൻ എന്ന ആളാണ് ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ വിവരിച്ചിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇദ്ദേഹത്തിന്റെ കാമുകിക്കൊപ്പം ഇസ്രയേലിൽ ഒക്ടോബർ 7-ന് നടന്ന സംഗീത പരിപാടിയിൽ റാസ് കോഹൻ എത്തിയിരുന്നു. അതിനിടെയാണ് ഹമാസ് ഭീകരരുടെ ആക്രമണം നടന്നത്. ഹമാസ് ഭീകരർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് താൻ എന്നാണ് 24-കാരനായ റാസ് കോഹൻ പറയുന്നത്. അന്ന് നടന്ന ആക്രമണത്തിൽ തന്റെ കാമുകി മൈക്കിനെയും ഭീകരർ കൊലപ്പെടുത്തിയെന്നും കോഹൻ വ്യക്തമാക്കുന്നു. ആക്രമണം നടന്നതോടെ ഞാൻ ഒളിച്ചിരുന്നു. ഇതിനിടയിൽ ഒരു വാനിൽ 5 പേർ വന്നിറങ്ങി ഒരു സ്ത്രീയെ ബലമായി പിടികൂടുന്നത് ഞാൻ കണ്ടു. അവരെല്ലാവരും ചേർന്ന് അവളുടെ വസ്ത്രം വലിച്ചഴിച്ചു. അതിലൊരാൾ അതിനുശേഷം ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. തുടർന്നൊരു കത്തിയെടുത്ത് അവളെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തെയും ഭീകരർ പീഡിപ്പിച്ചു. അതിനെല്ലാം ഞാൻ ദൃക്സാക്ഷിയാണ്. ഇപ്പോഴും അവളുടെ ശബ്ദം എന്റെ കാതിലുണ്ട്. ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവൾ പൊട്ടിക്കരയുകയായിരുന്നുവെന്ന് കോഹൻ പറയുന്നു. പക്ഷെ ഹമാസ് ഭീകരർ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഒരു രസത്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. നിരവധി പേരെ അവർ കൊലപ്പെടുത്തി. ഇതെല്ലാം അവർക്കൊരു വിനോദമാണ്. സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഹമാസ് ഭീകരർ ദമ്പതികളെയും ആക്രമിച്ചു. അവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തി. അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം എന്നത് മാത്രമായിരുന്നു എന്റെ ചിന്ത. അതിനാൽ ഞാൻ ഓടി. ഇതിനിടയിൽ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. അവളുടെ തലയിലേക്കും ഇവർ നിറയൊഴിച്ചു. അവളെയും രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ നിന്നും ഞാൻ ഓടുകയായിരുന്നു. രക്ഷാപ്രവർത്തകരെയും കാത്ത് 9 മണിക്കൂറോളമാണ് ഞാൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നത്. അന്ന് നടന്ന ആക്രമണത്തിൽ എന്റെ കാമുകിയും കൊല്ലപ്പെട്ടിരുന്നുവെന്ന് വേദനയോടെ കോഹൻ ഓർമ്മിക്കുന്നു. ഹമാസ് ക്രൂരതയുടെ തെളിവുകൾ ഇസ്രയേൽ UN മുമ്പാകെയും സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ UN പ്രതിനിധികൾക്ക് നൽകുമ്പോൾ ഇസ്രയേൽ പ്രതിനിധി സിംചാറ്റ് ഗ്രേമാന് പലതവണ കണ്ടമിടറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പല മൃതദേഹങ്ങളും ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ഹമാസ് വികൃതമാക്കിയെന്ന് അവിടം പരിശോധിച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഗ്രേമാൻ പറയുന്നു. തലയുടെ പിൻഭാഗത്ത് വെടിയേറ്റ ഒരു സ്ത്രീ നഗ്നയായി കിടക്കയിൽ കിടക്കുന്നതായി ഗ്രേമാൻ വിവരിച്ചു. അവളുടെ കയ്യിൽ ഒരു ഗ്രനേഡ് വെച്ചു കൊടുത്തിരുന്നു. ശരീരം ആണിയടിച്ച നിലയിലായിരുന്നു. ഭീകരാക്രമണത്തിലെ ലൈംഗികവും ലിംഗാധിഷ്ഠിതവുമായ ആക്രമണത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സെഷനിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഗ്രേമാൻ. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റ് ഹമാസിന്റെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പ്രത്യേക സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രയേലിനെ അപമാനിക്കുന്നതിനായി ഹമാസ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന് നെസറ്റ് അംഗം യൂലിയ മാലിനോവ്സ്കി ആരോപിച്ചു. എന്നാൽ ലൈംഗിക അതിക്രമം ഹമാസ് ആവർത്തിച്ച് നിഷേധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.